ലോകത്തിലെ ഏറ്റവും മികച്ച 5 ആയോധന കലകളെ തിരഞ്ഞെടുക്കുക എന്നത് വളരെ വിഷമമേറിയ കാര്യമാണ്. 200ഓളം ആയോധന കലകളുടെ വകഭേദങ്ങൾ ലോകത്തിലുണ്ട്. വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഓരോ ആയോധന കലയും അതിൻ്റെതായ രീതിയിൽ മികച്ചതാണ്. ഈ വീഡിയോയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന 5 ആയോധന കലകൾ അതിൻ്റെ പ്രചാരം കൊണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും മികച്ച ആ 5 ആയോധന കലകൾ ഏതൊക്കെയെന്ന് നോക്കാം. അഞ്ചാമത്തേതാണ് മിക്സ്ഡ് മാർഷൽ ആർട്ട് അഥവാ MMA. എല്ലാ ആയോധന കലകളുടെയും സത്ത ഉൾപ്പെട്ടിരിക്കുന്നതാണ് MMA. MMA ആര് തുടങ്ങി എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും UFC അഥവാ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ശേഷമാണ് MMAക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിച്ചത്. UFC-യെ അതിൻ്റെ വയലൻസിൻ്റെ പേരിൽ പലരും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും UFC കൂടുതൽ ടെക്നിക്സിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ബ്രൂസ് ലീയെയാണ് പൊതുവെ MMA-യുടെ പിതാവായി കണക്കാക്കുന്നത്. ജീത് കുനേഡോ എന്ന ഹൈബ്രിഡ് മാർഷൽ ആർട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലാണ് ബ്രൂസ് ലീയെ പിതാവായി കണക്കാക്കാൻ കാരണം. നാലാമത്തേതാണ് കരാട്ടെ. കിക്കുകളും പഞ്ചുകളും എന്തിന് കരാട്ടയുടെ കാലുകൾ അകത്തിവെച്ച് നിൽക്കുന്ന രീതി പോലും വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ്. അതിൻ്റെ കൂടെ തന്നെ സ്പിരിച്വൽ പ്രാക്ടീസുകളും ഉൾപ്പെടുന്നതാണ് കരാട്ടെ. ആധുനിക കരാട്ടയുടെ പിതാവായ ഗിച്ചിൻ ഫുനകോഷ് കരാട്ടയെ വിശേഷിപ്പിക്കുന്നത് സ്വന്തം സ്വത്വത്തെ സംരക്ഷിക്കാനുള്ള മാർഗം എന്നാണ്. ആത്മീയമായ ഔന്നിത്യമാണ് പ്രഥമ ലക്ഷ്യം. ശാരീരികമായ കഴിവുകളും വിദ്യകളും അതിനുശേഷമേ വരികയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ബ്രൂസ് ലീയിലൂടെ തന്നെയാണ് കരാട്ടയുടെ പ്രചാരവും ലോകത്തിലേക്ക് വന്നത്. മാർഷൽ ആർട്ട് സിനിമകൾ അതിന് വലിയൊരു അളവിൽ കാരണവുമായിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്താണ് ഒളിമ്പിക് മാർഷൽ ആർട്ടായ തൈക്കോണ്ടോ. ഒരു കൊറിയൻ ആയോധന കലയാണ് തൈക്കോണ്ടോ. കരാട്ടയുമായി സാമ്യമുള്ളതാണ് തൈക്കോണ്ടോ. സ്ട്രൈക്കുകൾക്കും കിക്കുകൾക്കുമാണ് തൈക്കോണ്ടോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. 2000-ലാണ് തൈക്കോണ്ടോ ഒരു ഒളിമ്പിക് ഇനമായി മാറുകയും ചെയ്തത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ജുഡോയാണ്. ലോകത്തിലെ ആദ്യത്തെ ഒളിമ്പിക്സ് മാർഷൽ ആർട്ടാണ് ജുഡോ. ഒരു ജപ്പാനീസ് മാർഷൽ ആർട്ടാണ് ജുഡോ. ജുഡോയുടെ വേരുകൾ ജിജിത്സു എന്ന ജപ്പാനീസ് ആയോധന കലയിലാണ് ഉൾക്കൊള്ളുന്നത്. കനോ ജിഗാരോ ആണ് ജുഡോയുടെ ഉപജ്ഞാതാവ്. ജോയിന്റ് ലോക്ക് അടവുകളാണ് ജുഡോയിൽ കൂടുതലും. സ്ട്രൈക്കുകൾ ജുഡോയിൽ കുറവാണ്. ദ മാക്സിമം എഫിഷ്യന്റ് യൂസ് ഓഫ് എനർജി എന്നതാണ് ജുഡോയുടെ ആപ്തവാക്യം. എതിരാളിയുടെ എനർജി അവർക്ക് തന്നെ എതിരായി ഉപയോഗിക്കുവാൻ ജുഡോ പരിശീലിപ്പിക്കുന്നു. മൃദുലതയാണ് കഠിനതയെ നിയന്ത്രിക്കുന്നത് എന്നത് ജുഡോയുടെ ഫിലോസഫിയാണ്. അതായത് സോഫ്റ്റ്നെസ് കൺട്രോൾസ് ഹാർഡ്നെസ്. ജീവിതത്തിൻ്റെ ആത്യന്തികമായ സത്യം മനസ്സിലാക്കുക എന്നതാണ് ജുഡോയുടെ ലക്ഷ്യമെന്നാണ് ജിഗോറോയുടെ അഭിപ്രായം. 1964-ൽ ജുഡോ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ ആയോധന കലയായി മാറി. ഒന്നാം സ്ഥാനത്താണ് കുംഫു. കുംഫു എന്നതും വുഷു എന്നതും ചൈനീസ് ആയോധന കലകളെ വിശേഷിപ്പിക്കാനായി പറയുന്ന ഒന്നാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി ഉരുത്തിരിഞ്ഞ 100 കണക്കിന് ആയോധന കലകളുടെ കൂട്ടമാണ് കുംഫു എന്നത്. 6-ാം നൂറ്റാണ്ടിൽ ബുദ്ധിസ്റ്റ് ആശ്രമമായ ഷാവോലിൻ ടെമ്പിളിലാണ് കുംഫുവിൻ്റെ ജനനം എന്ന് പറയപ്പെടുന്നു. അവിടുത്തെ അന്തേവാസികളായ ബുദ്ധ സന്യാസിമാരുടെ ആരോഗ്യവും ശക്തിയും സ്ഥിരതയും ഉണ്ടാക്കാനാണ് കുംഫു ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അന്ന് തൊട്ട് കുംഫു എന്നത് പല സ്ഥലത്തേക്കും വ്യാപിക്കുകയും നൂറ്റാണ്ടുകളായി വളർന്നു വരികയും ചെയ്തു. കരാട്ടയിലും കുംഫുവിലും നിരവധി സാമ്യങ്ങളും വ്യത്യസ്തതകളും കാണാൻ സാധിക്കുന്നതാണ്. കുംഫുവിൽ കൂടുതൽ ഒഴുക്കുള്ള തുടർച്ചയായ ചുവടുകളാണ് കാണുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഈ 5 ആയോധന കലകൾക്കും ഒരു കാര്യം സമാനമാണ്. ഇവയുടെ പ്രചാരത്തിന് ഏറ്റവും കൂടുതൽ കാരണമായത് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗും സിനിമകളുമാണ്. അതുമാത്രമാണ് കാരണം എന്നല്ല, മറിച്ച് പ്രചാരം വർദ്ധിപ്പിച്ചു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഈ 5 മാർഷൽ ആർട്ടുകളാണ് ഏറ്റവും മികച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ 5 മാർഷൽ ആർട്ടുകൾ ഏതൊക്കെയായിരിക്കും? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്